തായ്വാൻ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കരുത് എന്ന് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന സന്ദർശനത്തിന് ശേഷമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ തായ്വാൻ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണെന്നും ചൈനയുടെ ആശ്രിതരല്ലെന്നും തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. തായ്വാനെ പിന്തുണയ്ക്കരുതെന്ന് വെള്ളിയാഴ്ച അവസാനിച്ച 2 ദിവസത്തെ ചൈന സന്ദർശന വേളയിൽ ട്രംപിനോട് പ്രസിഡന്റ് ഷി ജിൻപിങ് പറഞ്ഞിരുന്നു. തായ്വാന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ ഉഭയകക്ഷി ബന്ധം അപകടകരമാം വിധം മോശമാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെയാണ് ആരെങ്കിലും സ്വതന്ത്രരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ നാം 9500 മൈൽ സഞ്ചരിക്കണം. എനിക്കതിന് താല്പര്യമില്ല എന്ന് ഫോക്കസ് ന്യൂസ് പരിപാടിയിൽ ട്രംപ് പറഞ്ഞത്. ഞങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്ന തായ്വാനെ പിടിച്ചെടുക്കുമെന്ന് ഷി ജിൻപിങ് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തായ്വാന്റെ സഹായത്തിനെത്തുമെന്നാണ് USന്റെ വാഗ്ദാനം. ഒരൊറ്റ ചൈനയേ ഉള്ളുവെന്നും തായ്വാനും ഹോങ്കോങ്ങും അതിന്റെ ഭാഗമാണെന്നുമാണ് ചൈനയുടെ നയം. വർഷങ്ങളായി ഇതിനെ അംഗീകരിക്കുന്ന US തായ്വാൻ ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ തായ്വാന്റെ സ്വാതന്ത്ര്യത്തോടുള്ള എതിർപ്പ് ആദ്യമായാണ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. തായ്വാന്റെ ആത്മരക്ഷയ്ക്ക് ആയുധങ്ങൾ നൽകണമെന്നാണ് USന്റെ നിയമം. എന്നാൽ ആക്രമണം ഉണ്ടായാൽ തായ്വാനിലേക്ക് സൈന്യത്തെ അയക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. $1400 കോടി പടക്കോപ്പുകൾ തായ്വാൻ കൈമാറാൻ US കോൺഗ്രസ് ജനുവരിയിൽ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ താൻ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് വെള്ളിയാഴ്ച വാഷിംഗ്ടണിലേക്ക് മടങ്ങവേ ട്രംപ് വാർത്താ ലേഖകരോട് പറഞ്ഞത്. അതേസമയം ഇറാനെതിരെ വ്യോമാക്രമണം പുനരാരംഭിക്കുമെന്ന സൂചന നൽകി ട്രംപ് രംഗത്തെത്തി. പശ്ചിമേഷ്യയിൽ നിലവിൽ സൈനിക നീക്കങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യത്തെ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാനുമേൽ വീണ്ടും വ്യോമാക്രമണം നടത്തുന്നതിനെക്കുറിച്ച് ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതായി സൂചിപ്പിക്കുന്ന നാവികസേനയുടെ കപ്പലിൽ അഡ്മിറലിനൊപ്പം നിൽക്കുന്ന ട്രംപിനെയാണ് ചിത്രത്തിൽ കാണുന്നത്. പശ്ചാത്തലത്തിൽ ഇറാനിയൻ കപ്പലുകളും മിന്നൽ പിണരുകളും ദൃശ്യമാണ്. ഏപ്രിൽ 8-ന് ഇരു രാജ്യങ്ങൾക്കിടയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ തുടരുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും ഇറാന്റെ ആക്രമണങ്ങളും സംബന്ധിച്ച് തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിലും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങൾ മുന്നോട്ട് വെച്ച 14 ഇന സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ മറ്റ് ചർച്ചകൾ ഫലപ്രദമാകില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുതിയ ചർച്ചകൾക്കായി വാഷിംഗ്ടണിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചതായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സ്ഥിരീകരിച്ചെങ്കിലും അമേരിക്കയുടെ നീക്കങ്ങളിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ട് ഇന്ത്യയുടെ LPG കപ്പൽ ഗുജറാത്ത് തീരത്തെത്തി. ഞായറാഴ്ചയാണ് സിമി എന്ന LPG കപ്പൽ ഗുജറാത്തിലെ കാൻഡ്ലയിലുള്ള ദീൻദയാൽ തുറമുഖത്തെത്തിയത്. ഏകദേശം 20,000 ടൺ പാചകവാതകമാണ് കപ്പലിലുള്ളത്. മെയ് 13-നാണ് കപ്പൽ ഹോർമൂസ് കടന്നത്. യുക്രൈൻ, ഫിലിപ്പീൻസ് രാജ്യങ്ങളിൽ നിന്നുള്ള 21 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും കപ്പൽ ഗതാഗത വകുപ്പിന്റെയും ഏകോപനത്തിലൂടെയാണ് കപ്പൽ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ തുടങ്ങിയ ശേഷം ഹോർമൂസ് കടക്കുന്ന ഇന്ത്യയുടെ 11ാമത്തെ LPG കപ്പലാണ് സിമി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.